ഇസ്രായേലി കുടിയേറ്റക്കാർക്കെതിരെ നിയമ നടപടിയുമായി കാനഡ. വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ടതിനാണ് തീവ്ര ഇസ്രായേൽ കുടിയേറ്റക്കാർക്ക് കാനഡ ഉപരോധം ഏർപ്പെടുത്തിയത്. 4 പേർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ കനേഡിയൻ സർക്കാർ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കുടിയേറ്റക്കാരുടെ ആക്രമണത്തിന്റെ തോത് വർദ്ധിച്ചുവെന്നും ഇവർ വളരെ അക്രമാസക്തരാകുന്നുവെന്നും കനേഡിയൻ വിദേശകാര്യമന്ത്രി മെലാനി ജോളി പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് പുതിയ നടപടിയെന്നും മെലാനി ചൂണ്ടിക്കാട്ടി. പലസ്തീനികളുടെ അവകാശങ്ങൾ, ദ്വൈരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യതകൾ, പ്രാദേശിക സുരക്ഷ എന്നിവയെ ഇസ്രായേലി കുടിയേറ്റക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു. നിലവിൽ നടപടി നേരിട്ട 4 ഇസ്രായേലി കുടിയേറ്റക്കാരുമായുള്ള മുഴുവൻ ഇടപാടുകൾക്കും സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇമിഗ്രേഷൻ ആൻഡ് റെഫ്യൂജി പ്രൊട്ടക്ഷൻ നിയമപ്രകാരം ഇവർക്ക് കാനഡയിലേക്ക് പ്രവേശന വിലക്കുമുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് കാനഡ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസ്താവനയിൽ അധികൃതർ വ്യക്തമാക്കി. വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും വർദ്ധിച്ചുവരുന്ന അനധികൃത കുടിയേറ്റങ്ങളെ എതിർക്കുന്നതായും അധികൃതർ പറഞ്ഞു. കുടിയേറ്റക്കാരെ വിലക്കിക്കൊണ്ടുള്ള തീരുമാനത്തെ കനേഡിയൻ ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് ഇൻ മിഡിൽ ഈസ്റ്റ് അംഗീകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഈ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏറെ വൈകി വന്ന തീരുമാനമാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ഗസയിൽ നിന്ന് പിൻവാങ്ങാനും റഫയ്ക്കെതിരായ സൈനികാക്രമണം അവസാനിപ്പിക്കാനും ഉത്തരവിടണമെന്ന ദക്ഷിണാഫ്രിക്കയുടെ അഭ്യർത്ഥന അംഗീകരിക്കരുതെന്ന് ഇസ്രായേൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ആവശ്യപ്പെട്ടു. ദക്ഷിണാഫ്രിക്കയുടെ കേസ് വസ്തുതാവിരുദ്ധമാണെന്നും വംശഹത്യ ആരോപണങ്ങൾ ഉന്നയിച്ച് പരിഹസിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇസ്രായേൽ പ്രതിനിധികൾ കോടതിയിൽ പറഞ്ഞു. മനുഷ്യരാശിയുടെ രക്ഷകനാകാനാണ് ദക്ഷിണാഫ്രിക്ക ശ്രമിക്കുന്നതെന്ന്, എന്നാൽ ഇതിന് പിന്നിൽ അവർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അവരുടെ സഖ്യകക്ഷിയായ ഹമാസിന്റെ സൈനിക നേട്ടത്തിന് വേണ്ടിയാണ് ദക്ഷിണാഫ്രിക്ക ശ്രമിക്കുന്നതെന്ന് ഇസ്രായേലിന്റെ ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ഗിലാം നോം കോടതിയിൽ പറഞ്ഞു. ഹമാസിന്റെ പ്രതിനിധി സംഘവുമായി ദക്ഷിണാഫ്രിക്ക കൂടിക്കാഴ്ച നടത്തിയെന്നും അവിടെ ബന്ദികളെ മോചിപ്പിക്കാനോ സാധാരണക്കാരുടെ സംരക്ഷണത്തിനോ വേണ്ടി അവർ വാദിച്ചില്ലെന്നും ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. പകരം ഇസ്രായേലിനെതിരെ പ്രചരണം നടത്തുകയാണ് ദക്ഷിണാഫ്രിക്ക ചെയ്യുന്നതെന്ന് ഇസ്രായേൽ കൂട്ടിച്ചേർത്തു. വ്യാഴാഴ്ചയാണ് ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വാദം നടത്തിയത്. ഇസ്രായേലിനെ വംശഹത്യയിൽ നിന്ന് തടയണമെന്നും ദക്ഷിണാഫ്രിക്ക കോടതിയിൽ ആവശ്യപ്പെട്ടു. റഫേൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറാൻ കോടതി ഉത്തരവിടണമെന്നും ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടു. ആക്രമണം തുടർന്നാൽ ഇത് പലസ്തീനികളുടെ നിലനിൽപ്പിന് അപകടമാകുമെന്നും ദക്ഷിണാഫ്രിക്ക കോടതിയിൽ വാദിച്ചു. ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വംശഹത്യയാണെന്നും ദക്ഷിണാഫ്രിക്ക ഹർജിയിൽ കൂട്ടിച്ചേർത്തു. എന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ വാദങ്ങളെല്ലാം ഇസ്രായേൽ നിഷേധിക്കുകയും കേസ് അടിസ്ഥാനരഹിതമാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു.